കള്ളാക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് നൽകാൻ തമിഴ്നാട് സർക്കാരിന് മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. സുതാര്യമായ അന്വേഷണം നടക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ശ്യാം ദേവരാജ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്യാം ദേവരാജ്, കോടതിക്കകത്ത് നിയമവഴിയിലുള്ള പോരാട്ടം, അതിനൊപ്പം തന്നെ നിയമസഭയിലും രാഷ്ട്രീയമായും ഒക്കെ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കള്ളാക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന നിർദ്ദേശത്തിന്റെ ഉള്ളടക്കം എങ്ങനെയാണ്? സുജയ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കള്ളാക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിൽ 50-ലധികം പേരാണ് മരിച്ചത്. ഈ 50-ലധികം പേർ മരിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ച കൊണ്ടാണ്. കാരണം അവിടെ വ്യാജമദ്യം പുറത്ത് മറ്റിടങ്ങളിൽ നിന്ന് ഒഴുകി. ആ വ്യാജമദ്യം തടയാൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ അന്വേഷണം നടത്താൻ ദേശീയ ഏജൻസിയെ നിയോഗിക്കണമെന്നതാണ് നേരത്തെ AADMK ഇക്കാര്യം ആവശ്യപ്പെട്ടാണ്, CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് AADMK മദ്രാസ് ഹൈക്കോടതി സമീപിച്ചത്. ഈ ഹർജിയിലാണ് മദ്രാസ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് 10 ദിവസം, അതായത് തൽസ്ഥിതി റിപ്പോർട്ട് നൽകാൻ തമിഴ്നാട് സർക്കാരിന് 10 ദിവസം സാവകാശം നൽകിയത്. ഇക്കാര്യത്തിൽ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം ഇങ്ങനെയാണ്: സുതാര്യമായ അന്വേഷണം നടക്കണം എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയമായ കാരണങ്ങളിലേക്ക് കടക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഒരു പ്രസ്താവന അല്ലെങ്കിൽ നിരീക്ഷണം ഈ ഘട്ടത്തിൽ നടത്തുന്നില്ല. പക്ഷേ സർക്കാർ 10 ദിവസത്തിനകം തൽസ്ഥിതി റിപ്പോർട്ട് നൽകണം എന്ന കാര്യമാണ് മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയത്. ശ്യാം ദേവരാജ്, നേരത്തെയും അണ്ണാ DMKയുടെ ഹർജി പരിഗണിക്കുന്ന വേളയിൽ കഴിഞ്ഞ ആഴ്ചയും മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. അതായത് തമിഴ്നാട്ടിൽ വ്യാജമദ്യ വിൽപ്പന അത് നിയമപ്രകാരം നിരോധിച്ച 1937 ഉത്തരവടക്കം നിലനിൽക്കുന്നുണ്ടെങ്കിലും 2021 മുതൽ പലയിടങ്ങളിലും സുലഭമാണ്. ഇതൊക്കെ പല യൂട്യൂബ് വീഡിയോസിലൂടെ ഞങ്ങളും കണ്ടിട്ടുണ്ടല്ലോ എന്നടക്കം ജഡ്ജിമാർ പറയുന്നതാണ് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ കേട്ടത്. അപ്പോൾ അണ്ണാ DMKയുടെ ഹർജി അത് അതിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ശക്തമായി പരിഗണിക്കുകയാണ് കോടതി എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. സുജയ്, അങ്ങനെ തന്നെയാണ്. ഇക്കാര്യത്തിൽ വിഷമദ്യ ദുരന്തം നടന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും 50-ലധികം പേർ മരിക്കുകയും കൂടി ചെയ്ത സാഹചര്യത്തിൽ തമിഴ്നാട് മദ്രാസ് ഹൈക്കോടതി ഇക്കാര്യത്തിലൊരു നിലപാടുണ്ട്. പക്ഷേ ആ നിലപാട് സംസ്ഥാന സർക്കാരിൻ്റെ വിശദീകരണം കൂടി കേട്ടതിന് ശേഷം തീരുമാനമെടുക്കാം എന്ന കാര്യമാണ് മദ്രാസ് ഹൈക്കോടതി ആലോചിക്കുന്നത്. അതാണ് ഹൈക്കോടതി ജഡ്ജിമാർ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിക്കുമ്പോഴും വ്യക്തമാക്കിയത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് AADMK നൽകിയ ഹർജിയിൽ നേരത്തെ സുജയ് സൂചിപ്പിച്ചത് തന്നെയാണ്. ഇതിൽ പറഞ്ഞത് മദ്യം ഒഴുകുന്നതായി നിരവധി യൂട്യൂബർമാർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത്തരം വീഡിയോകൾ യൂട്യൂബിൽ തന്നെ ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ സംസ്ഥാന സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്ന കാര്യമാണ് അന്ന് മദ്രാസ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് തമിഴ്നാട് സർക്കാരിനോട് ചോദിച്ചത്. കാരണം അത്രയേറെ തമിഴ്നാട് സർക്കാർ ഈ വിഷമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തി എന്ന കാര്യമാണ് മദ്രാസ് ഹൈക്കോടതി വിലയിരുത്തിയത്. അതിന് പിന്നാലെയാണ് ഇന്ന് ഈ ഹർജി വീണ്ടും മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ഹൈക്കോടതി അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് നിങ്ങൾ 10 ദിവസത്തിനകം ഈ വിഷമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിഷമദ്യം തടയാനുള്ള സ്വീകരിച്ച നടപടികൾ എന്തൊക്കെ എന്ന് അറിയിക്കണം എന്ന കാര്യം തമിഴ്നാട് സർക്കാരിനോട് നിർദ്ദേശിച്ചത്. 10 ദിവസമാണ് മദ്രാസ് ഹൈക്കോടതി ഇതിന്മേൽ സാവകാശം നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. 10 ദിവസത്തിനകം സംസ്ഥാന സർക്കാർ എന്തൊക്കെ നടപടി സ്വീകരിച്ചു എന്നതിൽ കൃത്യമായ വിശദീകരണം നൽകണം. ഇല്ലെങ്കിൽ AADMKയുടെ ആവശ്യം അനുസരിച്ച് ഒരുപക്ഷെ അത് CBI അന്വേഷണത്തിലേക്ക് വരെ നീണ്ടേക്കാം. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. 58 പേരാണ് കള്ളാക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചത്. നിരവധി ആളുകൾ വിവിധ ആശുപത്രികളിലായി ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി ശക്തമായ നടപടികളിലേക്ക് കടക്കുന്നത്.